ഒറ്റക്ക് വീഡിയോ എടുത്ത് മടുത്തു. സോ ആർക്കും ഒരു കൂട്ട് വേണ്ടത്. ഒരു ഏറ്റവും മികച്ച ഒരു ഗെയിമറിനെ കൊണ്ടാണ് നമ്മൾ ഇന്ന് ഗെയിം കണ്ടോ സാധനം കണ്ടോ. നമുക്ക് പെൺമണിമാരുടെ കരിമഴി കണ്ടാൽ ചങ്കിനകത്തൊരു ചമ്പടമേളം തുടിക്കും തരികിടതാളം. ഏറ്റവും മികച്ച ഒരു ഗെയിമറിനെ കൊണ്ടാണ് നമ്മൾ ഇന്ന് കേട്ടാൽ കരളിനകത്തൊരു തരിവളതാളം. ഒത്തിരി മോഹത്തെളി നീരാട്ടം. പഞ്ചവാദ്യം നെഞ്ചിലൊഞ്ചി തഞ്ചി കൊഞ്ചി കൂടും. ആരെയാ കണി കണ്ടത്? ഗൈസ് എല്ലാം ഞാൻ അറിയുന്നുണ്ട്. സിഗ്മ ആയിരുന്നവരെല്ലാം ഇപ്പൊ കപ്പിൾ ബ്ലോഗ്സ് ഇടുന്നു. കപ്പിൾ ബ്ലോഗ്സ് ഇട്ടവരൊക്കെ മാരേജ് ബ്ലോഗ്സ് ഇടുന്നു. സോളോ വൈനർ കപ്പിൾ വൈനറായി കാണാൻ പറ്റും. ഒറ്റയ്ക്ക് റോസ്റ്റ് ചെയ്തിരുന്ന അർജു ഒറ്റക്ക് വീഡിയോ എടുത്ത് മടുത്തു. സോ ആർക്കും ഒരു കൂട്ട് വേണ്ടത്. സിംഗിൾ എന്ന പവിത്രമായ വാക്ക് പറയാനുള്ള അവകാശം ഇനി തനിക്ക് ഇല്ല. ഇതുപോലുള്ള കാര്യങ്ങൾ തുടരെ കാണുമ്പോൾ നമ്മുടെ മനസ്സ് വേദനിക്കും. പക്ഷെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നല്ല മഴയൊക്കെയാണ്, നമ്മൾ കരഞ്ഞാലും ആരും അറിയാനൊന്നും പോണില്ല. സിഗ്മ അസോസിയേഷൻ പുതിയ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട അക്ഷയ് ബ്ലോഗറിന് അഭിനന്ദനങ്ങൾ. ഇതെന്ത് മറിമായും എനിക്ക് ഭ്രാന്തായി പോയതാണ്, അത് നാട്ടുകാർക്ക് മൊത്തം ഭ്രാന്തായ. ഇനി അക്ഷയ് ബ്ലോഗർ എപ്പോഴാണോ ഭാര്യയും പിള്ളേരെയും കൊണ്ട് റിവീൽ ചെയ്യുന്നത്? പിള്ളേരോ? അതെന്താണ് അങ്ങനെ ഒരു ടോക്ക്? എല്ലാരും എന്നെ പിടിച്ച് സിഗ്മയാക്കിയോ? ഒരു മിനിറ്റ്. ഹലോ, ആ സുമതി, നിനക്കെന്നെ ഇഷ്ടാണോ? അപ്പൊ ഞാൻ സിഗ്മ തന്നെ. കണ്ണീര് തുടച്ചിട്ട് പറ, കുറച്ചുകൂടി വിശ്വസിക്കാൻ തോന്നുന്നു. എന്താ ഓൾ കേരള സിഗ്മ അസോസിയേഷൻ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് അർജുനെ പുറത്താക്കിയിരിക്കുന്നു. ഓ, പുറത്താക്കിയോ? ആയിക്കോട്ടെ. ഹൂ ഈസ് ദ നെക്സ്റ്റ് പ്രസിഡന്റ്? അതാരാ? പെണ്ണിനെ സെറ്റാൻ കഴിവില്ല എന്ന് എൻ്റെ കൂട്ടുകാർ പറഞ്ഞു. ഇപ്പൊ ഇത് മാസ് BGM ഒക്കെ വെച്ചിട്ട് ഞാനിപ്പോ അങ്ങ് മാസായി. 23 സോളോ വൈനർ, 24 അർജു, 25 നടക്കൂടാ മീമുണ്ടാക്കിയ മുത്തുമണി. സിഗ്മ വന്നവനും പോയവനൊക്കെ സെറ്റായ സ്ഥിതിക്ക് ഒരു കാര്യം ഉറപ്പിക്കാം. ഊമ്പിയ പഞ്ചിടലോ പറയുന്ന ഞാൻ തന്നെ സിഗ്മ. ഇതൊക്കെ എന്ത്? എന്നാൽ ഇവനെ സമ്മതിക്കണം. അഭിമാനമുണ്ട് ഗോവിന്ദ, അഭിമാനമുണ്ട്. യൂട്യൂബേഴ്സ് ഒക്കെ കമ്മിറ്റഡായി. ഓക്കെ, അവരൊക്കെ കല്യാണം കഴിച്ച് അവർ കുടുംബജീവിതത്തേക്ക് കടക്കട്ടെ. പക്ഷെ എന്റെ കമന്റ് ബോക്സ് വന്നിട്ട് നീ ഓക്കെ അല്ലടാ എന്ന് ചോദിക്കുന്നത് എന്തിനാണെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഇന്നലെ എനിക്ക് ഒരാൾ മെസ്സേജ് ഇട്ട് ചോദിക്കുക, ബ്രോ ഓക്കെ അല്ലേ? ഞാൻ ഇങ്ങനത്തെ കാണുമ്പോൾ ഞാൻ നിങ്ങളെ കുറിച്ചാണ് ചിന്തിക്കുന്നത്, നിങ്ങൾ ഓക്കെ അല്ലേ എന്നൊക്കെ. എന്താടാ, എനിക്ക് സിംഗിൾ ആയാലും ജീവിക്കാൻ പറ്റില്ലേ? എന്നോട് ഇങ്ങോട്ട് ഇറങ്ങി വാടാ. അവന് 17 അല്ലേ, എനിക്ക് 23 വയസ്സായടാ സ്കൂബിയുടെ മൊണ്ണെ. ഹാപ്പിനെസ് ഗൈസ്. കമ്മിറ്റഡ് ആയിരിക്കുന്നവർ അവരുടെ രീതിയിൽ സന്തോഷിക്കട്ടെ. സിംഗിളായ നമ്മൾ നമ്മുടെ രീതിയിൽ സന്തോഷിക്കാം. ജീവിതം എന്ന് പറഞ്ഞാൽ തന്നെ ഒരു ലൈഫല്ലേ ഗൈസ്. കമ്മിറ്റഡ് ആയവരൊക്കെ നന്നായി വാ. നിങ്ങളുടെ നിങ്ങളുടെ കപ്പിൾ ബ്ലോഗ്സ് ഒക്കെ ഞങ്ങൾ ഇനിയും പ്രതീക്ഷിക്കുന്നു. അപ്പൊ ആരും വിഷമിക്കണ്ട. എവരിതിങ് ഈസ് നോർമൽ. നിങ്ങളുടെ ഉള്ളിലെ വേദന, സങ്കടം എല്ലാം ആർക്കും മനസ്സിലാവാൻ പോണില്ല. നല്ല മഴയായതുകൊണ്ട് കുളിമുറിയിൽ കയറി തിരിച്ചിറങ്ങി വരിക നോർമലായിട്ട്, സിഗ്മ എന്നും പറഞ്ഞിട്ട്. ഓക്കെ, ബൈ ഗൈസ്.